Sadhya style പാലടയാണിത്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഹായ് ഫ്രണ്ട്സ്, വിനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ഓൾ എന്നെല്ലാം കൂടി എനേബിൾ ആക്കിയാൽ മാത്രമേ ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായി ലഭിക്കുകയുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് പാലടയാണ്. അതിനായിട്ട് 2 ലിറ്റർ പാലാണ് ഞാൻ എടുത്തേക്കുന്നത്. അതൊന്ന് തിളപ്പിക്കാനായിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. സാധാരണ ഞാൻ പാലട ഉണ്ടാക്കുന്നത് സൂരജിൻ്റെ അട അല്ലെങ്കിൽ ലക്ഷ്മി അട കൊണ്ടാണ്. ഇതിപ്പോൾ ബാമ്പിനോൻ്റെ അടയാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. അരിയട തന്നെയാണ്. കണ്ടെയ്ൻമെൻറ്റ് സോൺ ആയതുകൊണ്ട് എല്ലാ കടയിൽ നിന്നും തുറക്കണില്ല. അതുകൊണ്ട് നമ്മൾ വിചാരിക്കണമെന്നും കിട്ടില്ല. ഇനിയൊരു സോസ് പാനിൽ 3/4 ഭാഗം വെള്ളം എടുത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കഴുകി വൃത്തിയാക്കിയ അട ഇട്ട് കൊടുക്കുകയാണ്. 3 പ്രാവശ്യം കഴുകിയതാണ്. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. നമുക്ക് തിളച്ച വെള്ളത്തിലേക്കാണ് നമ്മൾ അടയിട്ട് കൊടുത്തത്. അട നമ്മൾ വേവിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ കുക്കറിൽ വെച്ച് വിസിൽ വേപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ വെച്ചാൽ തന്നെ അത് നന്നായിട്ട് വെന്ത് കിട്ടും. കൂടുതൽ വെന്ത് പോയാലും കൊള്ളില്ല. ഈ പാലിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് പഞ്ചസാര, അതായത് 200 ഗ്രാം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അട തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടൊരു 3/4 മണിക്കൂറായിട്ടുണ്ട്. അതൊന്ന് എടുത്ത് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ക്വാണ്ടിറ്റി കൂടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് കഴുകിയെടുക്കാം. എന്നിട്ടൊന്ന് വെള്ളം പോകാനായിട്ടൊരു അരിപ്പയില എന്തെങ്കിലും എടുത്തു വെക്കാം. കഴുകിയെടുക്കുന്നത് ഇതിലെ സ്റ്റാച്ച് പോകാൻ വേണ്ടിയാണ്. ഒരു പശപ്പുണ്ടാവുമല്ലോ, അത് പോകാൻ വേണ്ടിയാണ്. ഇനി ഇതൊരു അരിപ്പയില വല്ലതും എടുത്തു വെക്കാം. അപ്പോൾ അതിൻ്റെ വെള്ളം പോകുമല്ലോ. ഇപ്പം ഈ പാലൊന്ന് വറ്റി വന്നിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് അട ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ട്. ഇനി അട ഇട്ട് കഴിഞ്ഞാൽ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അടി പിടിക്കാനുള്ള 2 ചാൻസ് എപ്പോഴൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാലങ്ങോട്ട് വെക്കുമ്പോഴും പിന്നെ രണ്ടാമത് ഈ അടയിട്ട് കൊടുക്കുമ്പോഴാണ് അടി പിടിക്കാനുള്ള ചാൻസ് ഉള്ളത്. അപ്പോൾ ആ സമയം കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി നമ്മുടെ അടുത്ത സ്റ്റേജായ പഞ്ചസാര ഇട്ട് കൊടുക്കും. 2 പ്രാവശ്യമായിട്ടാണ് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. ആദ്യം 200 ഗ്രാം പഞ്ചസാര ഇട്ട് കൊടുത്തു. ഇപ്പോഴും 200 ഗ്രാം പഞ്ചസാര ഇട്ട് കൊടുക്കുവാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇത് വറ്റണ വരെ, കുറുകണ വരെ, ഇതിൻ്റെ കളറ് മാറണ വരെ നമ്മൾക്ക് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം. ഈ പായസം ഉണ്ടാക്കാനായിട്ട് ഏകദേശം ഒരു 2.5 മണിക്കൂർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്രയും നേരം വേണ്ടാന്നുണ്ടെങ്കിൽ, ഇത്രയും കളറൊന്നും വരണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിനു മുമ്പ് നല്ലൊരു എന്താ പറയുക തിക്കായിട്ട് വരും. ആ സമയത്ത് എടുത്താൽ മതി. ഞാനിത് കളർ വരാൻ വേണ്ടി നന്നായിട്ട് വെച്ചോണ്ടിരുന്നതാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് നട്ട്സ് വറുത്ത് ചേർക്കോ അല്ലെങ്കിൽ ഏലക്കായ ഇടുകയോ അങ്ങനെയൊന്നും ചെയ്യില്ല. ബട്ടർ ഇല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്താലും മതിയേ. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ പാലട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല കളറായിട്ട് വന്നിട്ടുണ്ട്. സദ്യയൊക്കെ ഉണ്ടാക്കുമ്പോൾ 4 മണിക്കൂർ അവർ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുന്നവരാണ്. നമ്മൾ അത്രയൊന്നും ചെയ്തിട്ടില്ല. എന്നാലും നമ്മളെ കൊണ്ടാവുന്ന പോലെയൊക്കെ ചെയ്ത് നല്ല കളറാക്കി എടുത്തിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.